ഇട്ട് കളിപ്പിച്ചോണ്ടിരിക്കാണ് ഇതിലോട്ട്. ഏതെല്ലോ ഊട് വഴിയിലോട്ട് കണ്ടാ തിരിച്ചിട്ട് മറത്തിട്ട് നിങ്ങളെന്താ ഓനെ കളിപ്പിക്കുന്ന? നമ്മളെ നല്ലോണം കളിപ്പിച്ച് തിരിച്ചിട്ട് മറിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഒരു കയ്യകല ദൂരം വെക്കാം. ഫിദുവിനെയും മോനെയും നമ്മള് ആ വണ്ടിയിൽ വിട്ടു. അമ്മയും പപ്പയും കുഞ്ഞിലൊക്കെ കാറില് വേറെ വിട്ടു. 3 കാറിൽ ഇപ്പൊ ഏരിയ കറക്കി നമ്മളെ പിന്നെ ആ തന്നെ എത്തി. അത് കവറായിട്ട് മെയിൻ റോഡിൽ തന്നെ ഇങ്ങനെ കറങ്ങേണ്ട ആവശ്യം. എന്തായാലും നമുക്ക് ഷോപ്പിൽ പോണം. അപ്പൊ ഓന് ആ ഷോപ്പും കൂടി പരതുന്നതായിരിക്കും എന്ന് വിചാരിക്കാം. ഇല്ലില്ല, ഇത്രയും നേരം നമ്മൾ കുറച്ചു നേരം ഒന്ന് കളിപ്പിച്ചോന്. അറിയാം, നീ ഫുള്ള് ചുറ്റിച്ചോനെ. ಸ್ಕ್ಯಾನರ್ ಎಲ್ಲಿದೆ? ಎಷ್ಟು ಎಷ್ಟು? ಎಷ್ಟು 50 ಅಲ್ಲ? മുതലാളി ദില്ലു മുതലാളി. അല്ല, കാറ് കൊണ്ട് ഓല് കളിപ്പിച്ചെനിക്ക് മനസ്സിലായിന്. എല്ലാ ഗുദാമിലോട്ടെ ഫുള്ള് കറങ്ങിയിട്ട് അല്ലേ. അതാ ഓടുന്നു നേരെ വരേണ്ട വഴിയുള്ളൂ. അത് ബേൽപ്പൊടി അത് വേണേ എടുത്തോ. വേണ്ടേ? ഓക്കെ വേറൊന്നും പോണോ? ഓക്കെ അല്ല, ഫൈൻ റൈറ്റ്. അടുത്ത ഈ മലയൊക്കെ വീട്ടിലേക്ക് കിട്ടോ. ഹൈവേയിലോട്ട് നല്ല റെഡിക്ക് വരേണ്ട മനുഷ്യ തിരിഞ്ഞ് വളഞ്ഞ് മറിഞ്ഞ് ഷോർട്ടസ്റ്റ് ഒന്നല്ല, ഓന് ലോങ്ങസ്റ്റ് ഓഫ് ദി ഇന്ത്യ കറക്കിട്ട് ചുറ്റിട്ട് പോന്നിട്ടില്ലേ കാറ് കൊണ്ട്. എങ്ങനെ അങ്ങോട്ട് ആയില്ലേ അതങ്ങോട്ടെ. സ്ഥലത്തിരുന്നു തണുത്ത് വെള്ളം വേണം ദില്ലൂര്. നൈറ്റ് ലൈഫ് ഇൻ മൈസൂർ. സൗണ്ട് ഉണ്ടെങ്കിൽ ഇതെന്താ സ്ഥലം? ഹിങ്കലല്ലേ? ദില്ലൂട്ട പഠിച്ച സ്കൂള് കാണിച്ചു തരുവാന്. ഞാൻ 5ാം ക്ലാസ് വരെ ആ സ്കൂളിൽ പഠിച്ച്, പിന്നെ ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ ഞാൻ ഒരു +2 വരെ പഠിച്ച്. 5ാം ക്ലാസ് വരെ +2 വരെ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ച് നാട്ടിലേക്ക്. ഇപ്പൊ നമ്മള് ദില്ലൂട്ടന്റെ വണ്ടിയിലാണല്ലേ. നമ്മള് ഫോർച്യൂണർ ഇറങ്ങി നമ്മളിപ്പോ ബലേനോയിൽ എത്തിയിരിക്കുകയാണ്. ഇനി സ്കൂളാണ് സുസായിക്കാക്കന്റെ സ്കൂളല്ലേ? കോളേജാ. പുഷ്കരണി. ഇത് ഈറോഡ്. പുഷ്കരണി അങ്ങനെയല്ല, സോറി, സ്കൂള് കോളേജ് പഠിച്ചത് SRM ചെന്നൈയിലാണ് പഠിച്ചോന്. കോളേജ് അറിയൂ ഫുള്ള്. ഇതാണ് നമ്മുടെ ഭവാനി അല്ലേ? ഭവാനി എന്ന് പറഞ്ഞ സാധനം ഇത് ടീ സ്റ്റാൾ, ഭവാനി ടീ സ്റ്റാൾ. കഴിഞ്ഞ ഇത് നമ്മൾ കുടിച്ച ചായ രാവിലത്തെ ഭവാനി. ഈ മരം ഈ ഒറ്റ ഇത് ഭവാനി കാണാൻ എനിക്ക് ഭവാനി കാണാ. ഓ ഭവാനി ടീ സ്റ്റാൾ. ഭവാനി ടീ സ്റ്റാൾ കാണുകയില്ല ആൾക്കാര്. നിങ്ങൾ കണ്ണല്ല അങ്ങനെ എത്തിപ്പെട്ടാടാ. ഞാൻ ഫുൾ നോക്കില്ലേ, ഒന്ന് നോക്കിയതല്ലേ ഭവാനിന്റെ റിവ്യൂ. ഡ്രിഫ്റ്റ് ചെയ്താൽ ഡൗട്ടില്ല. നീ സേവ് ചെയ്ത കണ്ണില്ലല്ലോ. ആ കണ്ണൊന്ന് കാണണേ, ഒന്ന് പറയണോ നീ ഇങ്ങനെ ഫോണിൽ സേവ് ചെയ്തേ.
അത് ഉപ്പയും ഇല്ലാത്ത സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ നായ്ക്കള്. നായ്ക്കള് വളരെ ഫ്രണ്ട്ലി നായ്ക്കളാണ്. അടുത്ത നായ്ക്കളെ പോലെയല്ല, അടുത്ത് പോയാൽ ചിലപ്പോൾ നിങ്ങളെ കടിക്കും. ഇത്രയേ ഉള്ളൂ. അടിച്ച് നിങ്ങളെ പ്രശ്നമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് കീട്ടി അടിക്കാം. നല്ല നായ്ക്കളാണ്. സ്നേഹത്തോടെയാണ് അങ്ങനത്തെ പേരാണ്. ഷെട്ടി അങ്ങനത്തെ പേരെല്ലാം ഉണ്ടാവാം. പക്ഷെ കളിയും ഷെട്ടിന് കളിയാണ്. ചെടി ഇടൂലെന്നുള്ളൂ. ദില്ലു ഇപ്പൊ ഫിദുവിന്റെ റിക്വസ്റ്റ് പ്രകാരം മുട്ടത്തൈലം പാടുന്നതാണ്. മുട്ടത്തൈലം പിന്നിമിനും പാടില്ല. ഫയർ ബ്രിഗേഡ് അവിടെ കിട്ടും. ഫയർ ബ്രിഗേഡ് വലിയ ഇഷ്ടമൊന്നുമില്ല. നമ്മൾ കിഡ്നിയിൽ നിന്നും വഴിമാറിയിരിക്കുന്നു. ജീപ്പാണോ താറാണോ? ടു ബി ഹോണസ്റ്റ് ആദ്യം സംസാരിക്കാനില്ല. ഇല്ല, താറാണോ താർ റോക്സ് ആണോ? ആൾക്കാരാണ് ഇതാ എംപയർ ഹോട്ടലോ? ഞാൻ എംപയർ 24 hours. 24 hours അല്ല, ഒരു 2 മണി വരെ ഉണ്ടാവും. പിന്നെ രാവിലെ തുറക്കില്ല. ഒരു എന്താ വീട്ടിന്റെ വീഡിയോ ഉദ്ദേശിച്ചാല് വീഡിയോ വിട്ടട്ടെ എന്ന് പറഞ്ഞ് പൂന്തോട്ടം വീഡിയോ വീട്ടിൽ എന്തല്ല വെള്ളം കിട്ടിയില്ല അങ്ങനെ മൂഞ്ചിന്. അതുകൊണ്ട് അങ്ങനെ ഫുള്ള് എന്താ പറയുക, മാസമായിട്ടാണ് നടന്നു വരുന്നത്. മൂഞ്ചി വശെങ്കില് ആള് മൂഞ്ചി അത്ര തന്നെ. അതിന് മാസിനൊരു കുറവില്ല. മാസിനൊരു കുറവില്ല കേട്ടാ. മൂഞ്ചിയാലും മാസിന് കുറവില്ല. എക്സലേറ്ററിൽ അമർത്തി മുന്നത്തെ പേടിച്ചു വിചാരിച്ചിട്ട് കൊല്ലുന്ന കുഞ്ഞനായിട്ടങ്ങ് അപ്പിട്ടോ മൂത്രായി ചോദിക്കണ്ടായാല് ഓന്റെ മാനം പോയിക്കുണ്ടാവും എല്ലാവരും മുന്നൊന്നും. സ്വിഗ്ഗിക്കാരൻ എനിക്ക് മണം കിട്ടിയിട്ട് രസമില്ല. വല്ലാത്ത മണ എമ്പാരും മുന്നേ തന്നെ മണയുള്ളൂ. ഷവർമ്മക്ക് ടേസ്റ്റ് ഒന്നുമില്ല. അടുത്ത ഷവർമ്മ ഫ്ലെയിം ബൈറ്റ്സ് നല്ല ഷവർമ്മ. ഫ്ലെയിം ബൈറ്റ്സ് ഉണ്ട് ഷവർമ്മ മുന്നേ തന്നെ. ഇങ്ങനെയല്ല ആക്കണം നമ്മളെ റോക്സ് മില്ല്. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ പിന്നെ നമ്മളെ എംപയർ മീസലൂണ എന്ന് പറഞ്ഞാല് അവിടെ സ്റ്റീക്ക് കിട്ടും, എല്ലാം കിട്ടും. ബീഫ്, ലാമ്പ്, പിന്നെ മേലത്തെ ഫ്ലോറിലാ എല്ലാം ഉണ്ടാവും. എംപയർ ഹോട്ടലിലേക്ക് പോവാണ്. ഇത് എത്ര മണിയാ ടൈം? 11:30 ആയിക്കോളൂ. നമ്മള് ഉമ്മമാരെല്ലാം ഉറക്കി കെടുത്തിട്ട് വന്നയാ. ഉറക്കോളി കൊടുത്തിട്ടാ വന്നേ നമ്മളിപ്പോ. എന്താ പറഞ്ഞേ? മൊഹീത്തോ, ഒരു വെള്ളവും മേടിക്കണ്ടായിരുന്നു. എന്തിന്റെ മൊയ്റ്റോ? എന്തിന്റെ മൊയ്ത്തോളി? പാഷൻ ഫ്രൂട്ട് ഗൈസ്, നമുക്ക് കിട്ടിയ മൊയ്റ്റോ ആണിത്. 100 രൂപേന്റെ മൊയ്റ്റോണ്. എംപയർ മൊയ്റ്റോ. അതിനെക്കാട്ടും നല്ല എല്ലാവർക്കും ഓരോ കുപ്പി പെപ്സി വാങ്ങിക്കാൻ. സത്യം. വേറെന്ത് ജ്യൂസും അടിച്ചാൽ മതിയോ? എന്തിന്? മറ്റേ ആൾക്കാരുണ്ട്. ഇങ്ങനെയെന്ന് വെച്ചാല് ഹിജടകളുണ്ട്. എന്ന് വെച്ചാല് നമ്മളെ വണ്ടീനെ മേലെ കല്ലെറിയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ലെഫ്റ്റിലേക്ക് പോയാൽ ഭയങ്കര സീനല്ല. ഫുള്ള് ട്രക്ക മറ്റേ ആൾക്കാരാ. അതുകൊണ്ട് നമ്മൾ കോഷ്യസ് ആയിട്ട് ഇരിക്കണം. കർണാടക ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൊലക്കേസ്, റേപ്പ് കേസെല്ലാം ഭയങ്കര ഇടങ്ങാറ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആശയർക്കില്ല. വണ്ടി ബൈക്ക് വായിക്കണ്ടെങ്കിൽ തീർന്ന്. ആശയർക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് സീനില്ല. ലെഫ്റ്റാണ് ആശയർക്ക്.
ഇപ്പം തന്നെ പറഞ്ഞ സൗണ്ട് വന്നു. ഇപ്പം തന്നെ പറഞ്ഞ ഞാന് എത്തിയാ പിന്നെ പേടിക്കറാൻ. പിന്നെ പ്രേതം ജിന്നുണ്ട് അറിയില്ല എനിക്ക്. നമ്മളെ ഉള്ളൂ, അത് വേറെ ആരുമില്ല. അങ്ങനത്തെ സ്ഥലമാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ ആരും വരാത്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലമായോണ്ടാണ്. പണ്ട് കുറെ ഇങ്ങനെ എന്തെല്ലാം ഉണ്ടേനോ പ്രേതത്തിന് ഇത് ആരും ഇല്ല ഇവിടെ. ആരും നോക്കി ആരും ഉണ്ടാവില്ല. കൊലപാതകം ചാടി അതിലുണ്ട് അതിൽ 2-3 ഇവിടെ കാണാം. ഡാർക്ക് വെബ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഡാഷ് ക്യാം പോയില്ല നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ. ഇവിടെ വീഡിയോ മാത്രം റൈറ്റ് നമ്മൾ എടുക്കണ്ടേ മറിപ്പോയി. കഥ പറഞ്ഞു പോണോ കാര്യം പറയുന്നത് എന്തെങ്കിലും നടന്നിട്ടാണ് പിന്നെ കൂടിപ്പോയി മരിക്കും അത്രേ ഉള്ളൂ. ലോക്ക് ചെയ്ത് ചിരിക്കണം. അങ്ങനത്തെ ഒരു പവർ ഉണ്ട്. ജസ്റ്റ് പോയി നോക്കല്ലേ. എന്തായാലും എന്തോ ബാധിച്ച സ്ഥല. നിനക്ക് നെഗറ്റിവിറ്റി ഉണ്ടേനോ അവിടെ പോന്നെ ഒരു നെഗറ്റീവ് ഓറാന്ന് പറയൂലേ അതേപോലെ. പക്ഷെ പോയാലേ നമുക്കൊന്ന് ഈ കൂട്ടരെ നെടുക്കുക പിടിച്ചു വന്ന് ഓണടി ജിന്ന പിടിക്കുന്നത് വേറെ പണിയില്ല. അവനെ കാണുന്നിട്ട് ജിന്നെ പോലെ 2 ദശങ്കില വേറെ. അടച്ച് മൊത്തം നെഗറ്റീവാണ് ചേറില്ല എല്ലാവർക്കും. എനിക്ക് അറിയാം, എനിക്ക് സാധനം കിട്ടിയ ഞാനല്ല സ്ഥലത്ത് ഹോണ്ടഡ് വെച്ചാൽ എന്താ എന്റെ വിചാരം എന്താ? ഓണ്ടെടുത്ത് പിന്നെ വെറുതെ ഇടും ആരെങ്കിലും സത്യം അങ്ങ് പോയാലോ? അല്ല ഞാൻ തിരിച്ചെന്തോട്ടെ എനിക്ക് നെഗറ്റിവിറ്റി വല്ലാണ്ട് കിട്ടുന്നുണ്ട്. അപ്പാടെ തിരിച്ചാണ് അല്ല തിരിച്ചു എനിക്ക് പോകുന്നതിന് ഇപ്പൊ എന്താ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി അടിച്ചില്ല. അവനാ തിരിച്ച ഒരു സ്ഥലത്ത് പോയാലും നമുക്കൊരു നെഗറ്റിവിറ്റി അടിക്കും. ഫീൽ കിട്ടുന്നില്ല. നമുക്കൊരു ഫീൽ കിട്ടിക്കില്ല. ഫിതുക്ക് കിട്ടിക്ക് ഫിതുവിനെ കണ്ടാൽ തന്നെ എനിക്ക് കിട്ടിയില്ല. അതിന് മുണ്ടാണ്ടെങ്കിൽ നിൽക്കൂല. നമുക്ക് ചില സമയത്ത് നെഗറ്റിവിറ്റി അടിക്കുന്നില്ല. ചിന്നുണ്ടാവുമ്പോ നമ്മള് ശരീരം ചൂട് ഫീൽ ആവും. നിങ്ങളെ കണ്ണ് ചൂടാന്ന് തന്നെ അത് നെഗറ്റിവിറ്റി അടിച്ച് ചൂടെടുക്കും. ചൂടായിക്കില്ല ചെറുതായിട്ട് കണ്ണ് ചൂടാവും. എന്താന്ന് വെച്ചാൽ ഇത് സീരിയസ് ആയിട്ട് നമ്മൾ സത്യം ആ ഉള്ള നെഗറ്റീവ് എനർജി ഉള്ളിൽ വലിച്ചെടുത്തിട്ട് ഇവിടുന്ന് നടക്കാൻ അവസ്ഥ എന്താ? ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നില്ല ജിന്ന് ബാധിക്കുന്ന സത്യം തന്നെയാ. അത് എന്താന്ന് വെച്ചാല് സീരിയസ് ആയിട്ട് തന്നെയാ അറിയുന്നത്. ഇങ്ങനത്തെ ഒരു വലിയൊരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ജോബ് ഉണ്ടല്ലോ. ജോബ് ഉണ്ട്. ഇങ്ങനെ ഹോണ്ടഡ് ഹൗസ് ഉണ്ടാവില്ലേ? ഹോണ്ടഡ് ഹൗസ് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വിൽക്കാൻ പറ്റില്ല. ഹോണ്ടഡ് ഹൗസ് അപ്പോൾ ആൾക്കാർ ഹോണ്ടഡ് ഹൗസ് പോകില്ല. റിയൽ എസ്റ്റേറ്റ് ആൾക്കാരെല്ലാം ഫുൾ ഫ്ലോപ്പ് ആയി പോകില്ല. 50% കുറച്ചിട്ട് ഫുള്ള് കുറച്ച് എനിക്ക് പോകില്ല. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല കഥ. അപ്പൊ ഇതേ വയസ്സിൽ ഒരുത്തനുണ്ട് അതേപോലെ ഇങ്ങനത്തെ ഒരു ഹോണ്ടഡ് ഹൗസ് പോയി. ഇവന് ഹോണ്ടഡ് ഹൗസ് പോയി നടന്നിട്ടില്ല. അതൊരു ചങ്ങായുണ്ട് തീരെ പേടിയില്ല. മണ്ണനവന് ചൂട് പോയാട്ടാ. പക്ഷെ ആടെ എന്തോ ഒരു ഉള്ളിലൊരാൾ പറഞ്ഞു തിരിച്ചോന്ന് പറഞ്ഞു. അപ്പടെ വെച്ച് അത് വരും നമ്മളെ കണ്ണ്. ഞാൻ സത്യം പറയട്ടെ, ചെറുതായിട്ട് ഇവിടെ ചൂടാവും. ആയിക്കോ ഇല്ലയോ കണ്ണും പൂട്ടി അതുവരെ ഇവിടെ തിരിച്ചോ മരിക്കുന്നതിന് രണ്ടാള് ഇവിടുത്തെ സിഗ്നൽ എന്റെ ലൈസൻസ് ആവുക 6 മാസം കട്ടി. സോറി നല്ല സിഗ്നൽ റെഡായി. ഞാൻ പറയട്ടെ, ആ നെഗറ്റീവ് ഫീൽ ഇല്ലെങ്കിൽ ഇന്ന് ഉറങ്ങുമ്പോൾ നോക്കാം. ആർക്കും ഈ ഒരു സംഭവം ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടോ ആയിക്കോ. ഞാനാ പറയുന്നത് ഫിതു എന്തായാലും സ്വപ്നം കാണും. ഗ്യാരണ്ടിയാ, എഴുതി വെച്ചോ.
കണ്ടിട്ടില്ല പറഞ്ഞ നമ്മളിന്ന് ഉറങ്ങൂല എല്ലാരും. ആരാ നമ്മള് സുഖമായിട്ട് ഉറങ്ങും. നമ്മള് 3 നാൾ ഉറങ്ങും. ഫീസിന് ഉറക്കേ വരൂല കണ്ടോ. ഇത് ഇങ്ങനെ രക്ഷിച്ച സത്യം പറഞ്ഞാൽ ഞങ്ങക്ക് പോയി കിട്ടില്ലല്ലോ. പാനിക്കായിട്ട് ഹാർട്ട് പൊട്ടിച്ചാവും. ഹാർട്ട് പൊട്ടിച്ചു കട്ടിയില്ല. നമുക്ക് ലൂസ് ടോക്സ് പോരെ.